ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ശത്രുക്കളെ സ്നേഹിക്കാനുള്ള യേശുനാഥൻ്റെ പ്രഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. പഴയ നിയമത്തിൽ അയൽക്കാരൻ എന്നത് അയൽപ്പക്കത്ത് താമസിക്കുന്ന ഇസ്രായേലിയൻ മാത്രമാണ്. പഴയ നിയമം പ്രഥമമായി ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു രാഷ്ട്രത്തെയാണ്, ഇസ്രായേൽ എന്ന സംഘടിത ജനത. രണ്ടാമതു മാത്രമേ വ്യക്തികൾക്ക് പരിഗണന നൽകിയുള്ളൂ. അതിനാൽ മറ്റു മതസ്ഥരുമായി സമ്പർക്കമില്ലാതിരിക്കാനും അവരുമായി ചേർന്ന് സങ്കരവർഗം രൂപപ്പെടുത്താതിരിക്കാനും ശത്രുവിനെ അഥവാ വിജാതീയനെ ദ്വേഷിക്കണമെന്ന് പ്രമാണമുണ്ടായി. എന്നാൽ യേശു ഈ വീക്ഷണത്തെ തിരുത്തി കുറിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്ന ആരും, അത് പുറജാതിക്കാർ ആയാലും, നമ്മുടെ അയൽക്കാരാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമ ഇത് കൂടുതൽ വെളിവാക്കുന്നു. പുതിയ നിയമ വീക്ഷണത്തിൽ ജാതി, മത, വർണ്ണ, വർഗ, വംശ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ദൈവപിതാവിൻ്റെ മക്കളാണ്. അതിനാൽ ശത്രുമിത്ര ഭേദമില്ല. സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും പാപികളുടെയും നീതിമാന്മാരുടെയും മേൽ ഒന്നുപോലെ മഴ പെയ്യ്ക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. സാധാരണമായുള്ള യഹൂദ അഭിവാദനം സമാധാനം നിങ്ങളോടുകൂടെ എന്നതാണ്. ഉത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാരോട് സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ് പറഞ്ഞത്. നമസ്തേ, നമസ്കാരം, യേശുക്രിസ്തുവിന് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ നാം പറയുന്നതിന് തുല്യമാണിത്. എല്ലാവരെയും ഇങ്ങനെ സമാധാനത്തിൽ ആശംസിക്കുവാനും അഭിവാദനം ചെയ്യാനും യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ക്രിസ്തീയ ധാർമ്മികതയുടെ സമഗ്രതയിരിക്കുന്നത് ശത്രുക്കളെയും സ്നേഹിക്കുമ്പോഴാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. കാരുണ്യമാണ് പരിപൂർണത. വിശുദ്ധ തോമസ് അക്വീനാസ് അഭിപ്രായപ്പെടുന്നത് നീതിയുടെ പൂർത്തീകരണമാണ് കാരുണ്യം എന്നാണ്. ഈ പരിപൂർണത പ്രാപിക്കാൻ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവത്തെക്കുറിച്ച് ഭയം വേണ്ട, കാരണം ദൈവം നമ്മുടെ പിതാവാണ്. എല്ലാവരോടും കരുണ കാണിക്കുമ്പോഴാണ് നാം ദൈവത്തെപ്പോലെ പരിപൂർണരാകുന്നത്. ശത്രുവിനോടും നമ്മെ വെറുക്കുന്നവരോടും മറ്റ് മതസമൂഹങ്ങളിൽപ്പെട്ടവരോടും ആരോട് തന്നെ ആയാലും എല്ലാവരും ദൈവപിതാവിൻ്റെ മക്കളാണ് എന്ന തിരിച്ചറിവോടുകൂടെ കാരുണ്യം കാണിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ.